സങ്കീർത്തനം സങ്കീർത്തനം ആത്മാവിനാശ്വാസ കീർത്തനങ്ങൾ. സങ്കീർത്തനം സങ്കീർത്തനം ആത്മാവിനാശ്വാസ കീർത്തനങ്ങൾ. ആലപിക്കാം, നമുക്കാരാധിക്കാം, ആത്മാവിൻ ചൈതന്യം ആസ്വദിക്കാം. ആലപിക്കാം, നമുക്കാരാധിക്കാം, ആത്മാവിൻ ചൈതന്യം ആസ്വദിക്കാം. സങ്കീർത്തനങ്ങൾ ഒരു ധ്യാന പഠനം. ഈ പരമ്പരയിൽ ഇന്ന് നാം 95-ാം സങ്കീർത്തനമാണ് ധ്യാനിക്കുന്നത്. ആ സങ്കീർത്തനം ആദ്യം വായിക്കാം. വരുവീൻ, നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കുക, നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക. നാം സ്തോത്രത്തോടെ അവൻ്റെ സന്നിധിയിൽ ചെല്ലുക, സങ്കീർത്തനങ്ങളോടെ അവന് ഘോഷിക്കുക. യഹോവ മഹാദൈവമല്ലോ, അവൻ സകല ദേവന്മാർക്കും മീതെ മഹാരാജാവ് തന്നെ. ഭൂമിയുടെ അധോഭാഗങ്ങൾ അവൻ്റെ കയ്യിലാകുന്നു, പർവ്വതങ്ങളുടെ ശിഖരങ്ങളും അവനുള്ളവ. സമുദ്രം അവനുള്ളത്, അവൻ അതിനെ ഉണ്ടാക്കി. കരയും അവൻ്റെ കൈകൾ മെനഞ്ഞിരിക്കുന്നു. വരുവീൻ, നാം വണങ്ങി നമസ്കരിക്കുക, നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തുക. അവൻ നമ്മുടെ ദൈവമാകുന്നു, നാമോ അവൻ മേയിക്കുന്ന ജനവും അവൻ്റെ കൈക്കലെ ആടുകളും തന്നെ. ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നു എങ്കിൽ മെരിബയിലെ പോലെയും മരുഭൂമിയിൽ മസാനാളിനെ പോലെയും നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത്. അവിടെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ചു, എൻ്റെ പ്രവൃത്തി അവർ കണ്ടിട്ടും എന്നെ ശോധന ചെയ്തു. 40 ആണ്ട് എനിക്ക് ആ തലമുറയോട് നീരസമുണ്ടായിരുന്നു. അവർ തെറ്റിപ്പോകുന്ന ഹൃദയമുള്ള ഒരു ജനമെന്നും എൻ്റെ വഴികളെ അറിഞ്ഞിട്ടില്ലാത്തവരെന്നും ഞാൻ പറഞ്ഞു. ആകയാൽ അവർ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കയില്ലെന്ന് ഞാൻ എൻ്റെ ക്രോധത്തിൽ സത്യം ചെയ്തു. 11 വാക്യങ്ങൾ ഉള്ള ഈ സങ്കീർത്തനം ആരാണ് രചിച്ചത് എന്ന് തലക്കെട്ടിൽ നാം കാണുന്നില്ല. എങ്കിലും ഇതിലെ 8-ാം വാക്യം, ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നു എങ്കിൽ മെരിബായിലെ പോലെയും മരുഭൂമിയിൽ മസാനാളിനെ പോലെയും നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത് എന്ന ആ വാക്യം എബ്രായ ലേഖനം 4:7 എടുത്ത് ഉദ്ധരിച്ചിരിക്കുന്നതിനാൽ ദാവീദാണ് ഇതെഴുതിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ദൈവത്തെ ആരാധിക്കാനുള്ള പ്രബോധനമാണ് ഇതിലെ പ്രധാന ചിന്ത എന്നുള്ളത്. പഠന സൗകര്യത്തിനായി 3 ആത്മിക ചിന്തകൾ ഇതിൽ നിന്ന് പങ്കുവെപ്പാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ആരാധ്യനായ ദൈവത്തിൻ്റെ ശ്രേഷ്ഠതകൾ എന്തൊക്കെയാണ് എന്നതാണ്. യഹോവ മഹാദൈവമല്ലോ, അവൻ സകല ദേവന്മാർക്കും മീതെ മഹാരാജാവ് തന്നെ. രാജാവല്ല, അവൻ മഹാരാജാവാണ്. ദൈവമല്ല, അവൻ മഹാദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. 96-ാം സങ്കീർത്തനം 4-ാം വാക്യം, യഹോവ വലിയവനും ഏറ്റവും സ്തുത്യനുമാകുന്നു, സകല ദേവന്മാരെക്കാളും ഭയപ്പെടുവാൻ യോഗ്യനും. പുതിയ നിയമത്തിൽ മഹാദൈവം, സത്യദൈവം എന്നൊക്കെ വിളിച്ചിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ്. ചില വാക്യങ്ങൾ സന്ദർഭോചിതമായി ഞാൻ വായിച്ചു കേൾപ്പിക്കാം. മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും. തീത്തോസ് 2:12, 3:4, 7 വാക്യങ്ങൾ. വെളിപ്പാട് പുസ്തകം 19:6, ഹല്ലേലൂയ, സർവശക്തിയുള്ള നമ്മുടെ കർത്താവ് രാജത്വം ഏറ്റിരിക്കുന്നു. വെളിപ്പാട് പുസ്തകം 1:8, 4:8, ഞാൻ അൽഫയും ഒമേഗയും ആകുന്നു എന്ന് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. 1 യോഹന്നാൻ 5:20, അവൻ സത്യദൈവവും നിത്യജീവനും ആകുന്നു. റോമർ 9:5, അവൻ സകലത്തിനും മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. കൊലോസ് ലേഖനം 2-ാം അധ്യായം 9-ാം വാക്യം, 1-ാം അധ്യായം 15-ാം വാക്യം, അവനിലല്ലോ ദൈവത്തിൻ്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. അപ്പോൾ നമ്മുടെ ദൈവം മഹാദൈവമാണ്. ആ മഹാദൈവം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. 2, ആ ദൈവം നമ്മെ നിർമ്മിച്ചവനാണ് എന്ന് 6-5 വാക്യങ്ങളിൽ നാം വായിക്കുന്നു. നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തുക. നാം നിർമ്മിച്ച ദൈവത്തെയല്ല, നമ്മെ നിർമ്മിച്ച ദൈവത്തെയാണ്
നാം ആരാധിക്കുന്നത്. യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതിയപ്പോൾ മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ഉൽപ്പത്തി 2:7. അപ്പോൾ ദൈവമാണ് നമ്മെ നിർമ്മിച്ചത്. ആ ദൈവത്തിൻ്റെ കൈ വെളിപ്പെട്ടിരിക്കുന്ന 4 മേഖലകൾ ഈ സങ്കീർത്തനത്തിൽ പറയുന്നു. ഭൂമിയുടെ അധോഭാഗങ്ങൾ അവൻ്റെ കയ്യിലാകുന്നു, പർവ്വതങ്ങളുടെ ശിഖരങ്ങളും അവനുള്ളവ, സമുദ്രം അവനുള്ളത്, അവൻ അതിനെ ഉണ്ടാക്കി, കരയും അവൻ്റെ കൈകൾ മെനഞ്ഞിരിക്കുന്നു. അപ്പോൾ അവൻ്റെ കയ്യിൽ എന്തൊക്കെയുണ്ട്? കര, ഭൂമി അവൻ്റെ കയ്യിലാണ്, സമുദ്രം അവൻ്റെ കയ്യിലാണ്, ഭൂമിയുടെ അധോഭാഗങ്ങൾ അവൻ്റെ കയ്യിലാണ്, പർവ്വതങ്ങൾ അവൻ്റെ കയ്യിലാണ്. മാത്രമാണോ? വാക്യം 7, നാമോ അവൻ്റെ കൈക്കലെ ആടുകളും തന്നെ. ദൈവം മഹാദൈവമാണ്. അവനാണ് ഇതെല്ലാം നിർമ്മിച്ചത്. യേശുക്രിസ്തുവിനെ കുറിച്ച് വായിക്കുന്നു, സകലവും അവൻ മുഖാന്തരവും അവനായും അവനെ കൊണ്ടും അവനാലും ഉളവായി. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. യോഹന്നാൻ സുവിശേഷം 1:3, കൊലോസ്യ ലേഖനം 1:15, എബ്രായ ലേഖനം 1:8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. ഈ പുതിയ നിയമവാക്യങ്ങളെല്ലാം യേശുക്രിസ്തുവാണ് ഇതെല്ലാം സൃഷ്ടിച്ചത്, നിർമ്മിച്ചത് എന്ന് നമ്മെ വ്യക്തമാക്കുകയാണ്. 3, അവൻ നമ്മുടെ ഇടയനാണ്. അവൻ്റെ കൈക്കിലെ ആടുകളും തന്നെ, ഭൂമിയുടെ അധോഭാഗങ്ങളും അവൻ്റെ കയ്യിൽ ആണ്. സ്തോത്രം. അവൻ്റെ കൈക്കിലെ ആടുകളായിരിക്കുക. കൈക്കിലെ ആടുകളെന്ന് പറയുമ്പോൾ അവൻ നമ്മെ മേയിക്കുന്നു എന്നാണ്. പലരെയും മൃത്യു മേയിക്കുമ്പോൾ യേശുക്രിസ്തുവിനാൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതാനുഭവം ഭക്തന്മാരുടെ മാത്രം അനുഭവമാണ്. യേശുക്രിസ്തുവിനെ ഇടയൻ എന്ന് വിളിച്ചിരിക്കുന്ന 3 ചിന്തകൾ പുതിയ നിയമത്തിലുണ്ട്. യോഹന്നാൻ 10:11, ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. എബ്രായ ലേഖനം 13:20, ആടുകളുടെ വലിയ ഇടയനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു എന്ന് വായിക്കുന്നു. 1 പത്രോസ് 5 ശ്രേഷ്ഠ ഇടയൻ എന്ന് പറയുന്നു. നമ്മുടെ ഇടയ ശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ എന്ന്. അപ്പോൾ നല്ല ഇടയനാണ്, വലിയ ഇടയനാണ്, ശ്രേഷ്ഠ ഇടയനാണ്. നമ്മെ നടത്താൻ നമുക്കൊരു ഇടയനുണ്ട് എന്നുള്ളത് എത്ര അനുഗ്രഹീതമായ ചിന്തയാണ്. 23-ാം സങ്കീർത്തനത്തിൻ്റെ പഠനത്തിൽ ഇടയൻ്റെ സവിശേഷതകൾ നാം സവിസ്തരമായി ചിന്തിച്ചതാണ്. കർത്താവിന് മഹത്വം. ആടുകൾ ഇടയൻ്റെ ശബ്ദം കേൾക്കുകയും ഇടയനെ അനുഗമിക്കുകയും ചെയ്യണം. 7-8 വാക്യങ്ങളിൽ അത് വ്യക്തമായിട്ടുണ്ട്. നാമോ അവൻ മേയിക്കുന്ന ജനവും അവൻ്റെ കൈക്കിലെ ആടുകളും തന്നെ. ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നു എങ്കിൽ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. ആടുകൾ അവൻ്റെ ശബ്ദം കേൾക്കണം. കേൾക്കുക മാത്രമല്ല, അതിനെ അനുസരിക്കുകയും അനുഗമിക്കുകയും വേണം. എങ്കിൽ മാത്രമേ ഇടയന് നമ്മെ പരിപാലിക്കാനും പരിചരിക്കാനും സാധിക്കുകയുള്ളൂ. 4, അവൻ നമ്മുടെ രക്ഷയുടെ പാറയാണ്. 1-ാമത്തെ വാക്യം, വരുവിൻ നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കുക, നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക. രക്ഷയുടെ പാറ യേശുക്രിസ്തുവിനെ പാറ എന്ന് വേദപുസ്തകത്തിൽ വിളിച്ചിട്ടുണ്ട്. അവരെ അനുഗമിച്ച പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവാകുന്നു. ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആകുമെന്നാണല്ലോ പത്രോസ് പറഞ്ഞത്. 2, ആരാധനയുടെ ശ്രേഷ്ഠതകളാണ്. സ്തോത്രം. 6-ാം വാക്യം, വരുവീൻ നാം വണങ്ങി നമസ്കരിക്കാം. വണങ്ങുക, നമസ്കരിക്കുക. ശരീരവും മനസ്സും എല്ലാം ദൈവസന്നിധിയിൽ വിധേയപ്പെടുന്ന ഒരു ആരാധനാ രീതിയാണ് വണങ്ങുക, കുമ്പിടുക, നമസ്കരിക്കുക എന്നുള്ളത്. ശലോമോൻ്റെ ആലയത്തിൽ ദൈവതേജസ് ഇറങ്ങിയപ്പോൾ ജനം ദൈവമുമ്പാകെ കുമ്പിട്ടു. തീ ഇറങ്ങിയതും ആലയത്തിൽ യഹോവയുടെ തേജസ്സും ഇസ്രായേൽ മക്കളൊക്കെയും കണ്ടപ്പോൾ അവർ കൽക്കളത്തിൽ സാഷ്ടാംഗം വീണ് യഹോവയെ നമസ്കരിച്ചു. 2 ദിനവൃത്താന്തം 7:2. നമസ്കാരം എന്നുള്ളതിന് 2 ഗ്രീക്ക് വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. പ്രോസ്കുനയോ, ലാറ്റുറയോ. പ്രോസ്കുനയോ എന്ന വാക്കിന് നമസ്കാരം എന്നാണ് അർത്ഥം.
യഹോവയെ ആരാധിക്കുന്ന സന്ദർഭത്തിലും നമസ്കരിക്കുക എന്ന പദം കൊടുത്തിട്ടുണ്ട്. നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ വണങ്ങാവൂ. ലാറ്റുറയോ എന്ന വാക്കിന് ആരാധന എന്നർത്ഥമാണ്. ചിലർ പറയുന്നത് പ്രോസ്കുനിയോ, നമസ്കരിക്കുക എന്ന പദം യേശുക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ ഉപയോഗിക്കും. പക്ഷേ ലാറ്റുറയോ, ആരാധിക്കുക എന്ന വാക്ക് യേശുവിനോടുള്ള ബന്ധത്തിൽ ഉപയോഗിച്ചിട്ടില്ല എന്നാണ്. ശ്രദ്ധിച്ചു കേൾക്കൂ, ഈ രണ്ട് വാക്കും യേശുക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇബ്രായ ലേഖനം 1:6 വായിക്കുന്നത്, ദൈവത്തിൻ്റെ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണം, എൻ്റെ കർത്താവും എൻ്റെ ദൈവമായുള്ളവേ എന്ന് പറഞ്ഞാണ് തോമസ് യേശുക്രിസ്തുവിനെ നമസ്കരിക്കുന്നത്. ആരാധന എന്താണ്? ആരാധന പിതാവായ ദൈവത്തെ എല്ലാവരും ആരാധിക്കുന്നത് പോലെ തന്നെ കർത്താവായ യേശുക്രിസ്തുവിനെയും ആരാധിക്കണം. വെളിപ്പാട് പുസ്തകം 5:12 7:12 ചേർത്ത് പഠിക്കുന്നത് നല്ലതായിരിക്കും. അവിടെ കുഞ്ഞാടിനെ കുറിച്ച് വായിക്കുകയാണ്. കുഞ്ഞാട് ശക്തിയും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ യോഗ്യനാണ്. ഇനി പിതാവായ ദൈവത്തെക്കുറിച്ച് 7:12 വായിക്കുന്നു, ശക്തിയും സ്തുതിയും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ യോഗ്യൻ. പിതാവായ ദൈവത്തിന് ആരാധനയിൽ അർപ്പിക്കുന്ന ആ എല്ലാവിധ ഘടകങ്ങളും യേശുക്രിസ്തുവിനും അർപ്പിക്കുന്നതായിട്ടാണ് വെളിപ്പാട് 5:12 7:12 ചേർത്ത് പഠിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ചിന്ത. ലാറ്റുറയോ എന്ന പദം യേശുവിനോടുള്ള ബന്ധത്തിൽ ഉപയോഗിച്ചിട്ടില്ല എന്ന് പറയുന്നവരുണ്ട്. അതിൻ്റെ മറുപടി അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 13-ാം അധ്യായം 2-ാം വാക്യം വായിക്കുക എന്നുള്ളതാണ്. അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കുമ്പോൾ. അപ്പോസ്തല പ്രവൃത്തി 13:2 പറയുന്ന കർത്താവ് ആരാണെന്ന് അതേ പുസ്തകത്തിൻ്റെ മുൻപും പിൻപുമുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 11:16 17 20 21 23 13:2 16:31 കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ആരാധനയ്ക്ക് യോഗ്യനാണ് നമ്മുടെ കർത്താവ്. യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ എത്രയോ ആളുകൾ യേശുവിനെ ആരാധിച്ചു, നമസ്കരിച്ചു. ആരെയും അവൻ വിലക്കിയിട്ടില്ല. നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പാകെ മുട്ടുകുത്തുക എന്നാണ് വായിക്കുന്നത്. ആരാധനയ്ക്ക് പലവിധമായ ഭാവങ്ങളുണ്ട്, പലവിധമായ രീതികളുണ്ട്. ചില വേളകളിൽ മുട്ടുകുത്തിയും കർത്താവിൻ്റെ സന്നിധിയിൽ ആരാധിക്കാവുന്നതാണ്. പഴയ നിയമ പുതിയ നിയമ വിശുദ്ധന്മാരെല്ലാവരും, എന്തിനേറെ നമ്മുടെ കർത്താവ് പോലും മുട്ടുകുത്തി പ്രാർത്ഥിച്ചതായി തിരുവെഴുത്തിൽ നാം കാണുകയാണ്. ഏലിയ പ്രവാചകൻ നിലത്ത് കുനിഞ്ഞ് മുഖം തൻ്റെ മുഴങ്കാലുകളുടെ നടുവിൽ വെച്ചു എന്ന് 1 രാജാക്കന്മാർ 18:42 നാം വായിക്കുന്നു. ശലോമോൻ യഹോവയോട് പ്രാർത്ഥിക്കുകയും യാചനയും എല്ലാം കഴിച്ചു തീർന്ന ശേഷം മുഴങ്കാൽ കുത്തിയിരുന്നതും വിട്ട് എഴുന്നേറ്റു. 1 രാജാക്കന്മാർ 8:54. ദാനിയേൽ രേഖ തനിക്കെതിരെ എഴുതിയിരിക്കുന്നു എന്നറിഞ്ഞിട്ടും താൻ മുറിയിൽ ചെന്ന് മുമ്പേ ചെയ്തു വന്നതുപോലെ 3 പ്രാവശ്യം മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ഞാൻ കാലത്തും ഉച്ചയ്ക്കും വൈകുന്നേരത്തും എൻ്റെ സങ്കടം ബോധിപ്പിച്ച് കരയും. അതാണ് 3 വട്ടം മുട്ടുകുത്തി പ്രാർത്ഥിച്ചു എന്ന് പറയുന്നത്. പൗലോസിൻ്റെ പങ്കുവയ്ക്കൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. എഫേസ്യർ 3:14. ശീമോൻ പത്രോസ് അത് കണ്ടിട്ട് യേശുവിൻ്റെ കാൽക്കൽ വീണു. ലൂക്കോസ് 5:8. വിദ്വാൻമാർ ശിശുവായ യേശുവിനെ വീണ് നമസ്കരിച്ചു. മത്തായി 2:11. പൗലോസ് അപ്പോസ്തല പ്രവൃത്തി 20:31 മുട്ടുകുത്തി അവരെല്ലാവരോടും കൂടെ കടൽ തീരത്ത് പ്രാർത്ഥിച്ചു. 4 ജീവികളും 24 മൂപ്പന്മാരും കുഞ്ഞാടിൻ്റെ മുമ്പാകെ വീണു എന്ന് വെളിപ്പാട് 5:8 വായിക്കുന്നു. ചുരുക്കത്തിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും അനേക ഭക്തന്മാർ മുഴങ്കാൽ മടക്കി കർത്താവിനെ നമസ്കരിച്ചിട്ടുണ്ട്, ആരാധിച്ചിട്ടുണ്ട്. മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നത് ഒരു നല്ല ശീലമാണ്. കേരളീയർക്ക് അതത്ര ശീലമല്ലെങ്കിൽ പോലും ഇതര സംസ്ഥാനങ്ങളിലുള്ള പലരും ആരാധനയിൽ മുഴങ്കാൽ മടക്കി ദൈവത്തെ ആരാധിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വിശേഷ്യ തമിഴ് സഹോദരന്മാർ പ്രാർത്ഥിക്കുന്ന വേളയിൽ മുഴങ്കാൽ മടക്കി ദൈവത്തെ നമസ്കരിക്കുന്നത് അഭിനന്ദനാർഹമാണ്, പ്രശംസനീയമാണ്, മാതൃകാപരമാണ്. മനുഷ്യർ, മുമ്പ് ഞാൻ ഓർപ്പിച്ചതുപോലെ, മനുഷ്യർ നിർമ്മിച്ച ഒരു പ്രതിമയുടെ മുമ്പിലല്ല, നമ്മെ നിർമ്മിച്ച
യഹോവയുടെ മുമ്പാകെ മുട്ടുകുത്തുവാനാണ് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. ആരാധനയുടെ മറ്റൊരു രീതിയാണ് ഉല്ലാസത്തോടു കൂടിയുള്ള ആരാധന. 1-ാം വാക്യം, വരുവീൻ നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കുക, നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക. ജയത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയും കോശം നീതിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ട്. ശരിയായ ആരാധനയിൽ ആഘോഷത്തിമിർപ്പും ജയഘോഷവും ഒക്കെ ഉണ്ട്. അതനുഭവിക്കുവാൻ പങ്കുകാരായിത്തീരാൻ ജനത്തെ മുഴുവൻ ഇവിടെ സങ്കീർത്തനക്കാരൻ ക്ഷണിക്കുകയാണ്. 1-6 വാക്യങ്ങളിൽ വരുവീൻ എന്ന ആഹ്വാനം നാം കാണുകയാണ്. സ്തോത്രം. അതെ, നമുക്ക് യഹോവയുടെ സന്നിധിയിലേക്ക് കയറി ചെന്ന് അവനെ വീണ് നമസ്കരിക്കുവാൻ കർത്താവ് കൃപ തരട്ടെ. 2-ാമത്തെ വാക്യം, സ്തോത്രത്തോടെ അവൻ്റെ സന്നിധിയിൽ ചെല്ലുക, സങ്കീർത്തനങ്ങളോടെ അവന് ഘോഷിക്കുക. സ്തോത്രത്തിൻ്റെ വില വളരെ വലുതാണ്. മുൻ സങ്കീർത്തനങ്ങളിലൊക്കെ ഞാനത് വിവരിച്ചിട്ടുള്ളതാണ്. അത്യുന്നതിന് സ്തോത്രയാഗം അർപ്പിക്കുക, അത് കൊമ്പും കുളമ്പുമുള്ള മൂരിയേക്കാൾ ദൈവത്തിന് പ്രസാദകരമാണ്. എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ, സ്തോത്രത്തിൽ കവിഞ്ഞിരിപ്പീൻ. അവൻ്റെ നാമത്തിന് മഹിത്വത്തിനായി കൃപ പലരിലും പെരുകി സ്തോത്രം വർദ്ധിപ്പിക്കണം. കർത്താവിന് മഹത്വം. സ്തോത്രം എന്ന യാഗമർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു. സന്തോഷത്തോടും സ്തോത്രത്തോടും കൂടെ ദൈവസന്നിധിയിൽ ചെന്ന് കർത്താവിനെ ആരാധിപ്പാൻ ദൈവം നമുക്ക് കൃപ ചെയ്യട്ടെ. 95-ാം സങ്കീർത്തനമാണ് നമ്മുടെ പാഠ്യവിഷയം. അതിലെ 3-ാമത്തെ പ്രധാന ചിന്ത ദൈവത്തെ അനുസരിക്കുന്നവരായി മാറുക എന്നുള്ളതാണ്. വാക്യം 8, ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നു എങ്കിൽ മെരീബയിലെ പോലെയും മരുഭൂമിയിൽ മസാ നാളിനെ പോലെയും നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നു എങ്കിൽ, പ്രാർത്ഥന ഒരു സംസാരമാണ്, ആശയവിനിമയമാണ്. നമ്മൾ പലപ്പോഴും അരമണിക്കൂറോ 1 മണിക്കൂറോ ഒക്കെ അങ്ങോട്ട് ആവരാദികൾ മുഴുവൻ നിരത്തി വെക്കും. ദൈവമേ ദൈവമേ എന്ന് പറഞ്ഞ് ഇങ്ങനെ സങ്കടങ്ങളും വൻകടങ്ങളും ഭാരങ്ങളും എല്ലാം പറയും. പറഞ്ഞ് അവസാനിപ്പിച്ച് എഴുന്നേറ്റ് പോരും. ഓക്കെ, ഈ ആവരാദികളെല്ലാം ദൈവസന്നിധിയിൽ അവതരിപ്പിച്ചല്ലോ. തിരിച്ച് ദൈവത്തിന് പലതും ഇങ്ങോട്ട് പറയാനുണ്ട്. അത് കേൾക്കാൻ ഉള്ള മനസ്സ് നമുക്കില്ല. ആവശ്യങ്ങളെല്ലാം കൂടെ അവിടോട്ട് കുടഞ്ഞിട്ടിട്ട് ആവരാദികളെല്ലാം കൂടെ അവിടോട്ട് അവതരിപ്പിച്ചിട്ട് നമ്മൾ ചാടി എഴുന്നേറ്റ് പോവുകയാണ്. അല്ല, അവിടെ അല്പം നേരം ഇരിക്കണം. ദൈവത്തിന് ചിലത് നമ്മളോട് പറയാനുണ്ട്. അത് കേൾക്കാനായി ക്ഷമ നമുക്കുണ്ടാകണം. ഞാൻ നിന്നോട് ദൈവത്തിൻ്റെ അരുളപ്പാട് അറിയിക്കേണ്ടതിന് നീ അല്പം നിൽക്കുക എന്ന് ശമൂവേൽ ശൗലിനോട് പറഞ്ഞതുപോലെ നമുക്ക് ദൈവസന്നിധിയിലായിരുന്നാൽ തീർച്ചയായും അവൻ്റെ ശബ്ദം കേൾക്കുവാൻ കഴിയും. ദൈവത്തിന് നമ്മളോട് പറയാനുള്ളത് നമ്മുടെ ജീവിതത്തിലും സ്വഭാവത്തിലും പെരുമാറ്റത്തിലുമൊക്കെ വരുത്തേണ്ടുന്ന രൂപാന്തരങ്ങളെക്കുറിച്ചാണ്. ഹൃദയം കഠിനമാക്കരുത് എന്നുള്ളതാണ്. ദൈവ ശബ്ദം കേട്ട് വിധേയപ്പെടേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ്. പിതാക്കന്മാർക്ക് ഭവിച്ചതുപോലെ നിങ്ങൾക്ക് ഭവിക്കാതിരിക്കേണ്ടതിന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ചാണ്. 95-ാം സങ്കീർത്തനത്തിൽ നമുക്ക് നൽകുന്ന ഒരു മുന്നറിയിപ്പുണ്ട്. അത് പിതാക്കന്മാരുടെ അകൃത്യങ്ങളാണ്. 8-ാമത്തെ വാക്യം, നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത്, അവിടെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ചു, എൻ്റെ പ്രവൃത്തി കണ്ടിട്ടും എന്നെ ശോധന ചെയ്തു. എന്താണ് പിതാക്കന്മാർക്ക് സംഭവിച്ച പ്രയാസം? അത് പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൽ കൊടുത്തിട്ടുണ്ട്. പുറപ്പാട് പുസ്തകം 17-2-7 വാക്യങ്ങൾ. രഫീദീം മരുഭൂമിയിൽ വെച്ച് ജനം മോശയോട് ഞങ്ങൾക്ക് കുടിപ്പാൻ വെള്ളം തരിക എന്ന് കലഹിച്ചു പറഞ്ഞു. ഇസ്രായേൽ മക്കളുടെ കലഹം നിമിത്തവും യഹോവ ഞങ്ങളുടെ ഇടയിലുണ്ടോ ഇല്ലയോ എന്ന് അവർ യഹോവയെ പരീക്ഷിക്കുന്ന നിമിത്തവും അവൻ ആ സ്ഥലത്തിന് മസ അഥവാ പരീക്ഷ എന്നും മെരീബ അഥവാ കലഹം എന്നും പേരിട്ടു. അതാണ് ഇവിടെ എടുത്തുദ്ധരിച്ചിരിക്കുന്നത്. മെരീബായിലെ പോലെയും മരുഭൂമിയിൽ മസാനാളിനെ പോലെയും നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. മെരീബ എന്ന വാക്കിന് കലഹമെന്നും മസ എന്ന വാക്കിന് പരീക്ഷ എന്നുമാണ് അർത്ഥം. അപ്പോൾ ഇസ്രായേൽ മക്കൾക്ക് സംഭവിച്ച ദോഷമാണ്. അവർക്ക് വേണ്ടി പാറ അടിക്കുവാൻ പറഞ്ഞു, പാറയടിച്ചു, പാറയിൽ വെള്ളം പുറപ്പെട്ടു. അവരെ അനുഗമിച്ച പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. പിതാക്കന്മാരുടെ ഒരു അകൃത്യയോടെ വായിക്കുന്നത് അവർ തെറ്റിപ്പോകുന്ന ഒരു ഹൃദയമുള്ള ജനം, ഹൃദയം കഠിനമാക്കിയ ജനം ഇസ്രായേൽ മക്കളാണ്. മറ്റു കാര്യം തെറ്റിപ്പോകുന്ന ഹൃദയം. 2 ഹൃദയം, കഠിനമാക്കപ്പെട്ട ഹൃദയം, തെറ്റിപ്പോകുന്ന ഹൃദയം. തെറ്റിപ്പോകുന്ന ഹൃദയത്തിന് ഒരു ഉദാഹരണമാണ് മോശയുടെ ജീവിതം. രഫീദീമിൽ വെച്ച് പാറയെ അടിക്കുവാനാണ് ദൈവം പറഞ്ഞത്. പാറയെ അടിച്ചു, പാറയിൽ വെള്ളം കിട്ടി. കുറേ കാലം കഴിഞ്ഞപ്പോൾ കാദേശിൽ വെച്ച് കലഹജലത്തിൽ വെച്ച് പാറയോട് കൽപ്പിക്കുക എന്നാണ് ദൈവം പറഞ്ഞത്. സംഖ്യാപുസ്തകം 20-ാം അധ്യായത്തിൽ മോശെ പാറയെ അടിച്ചു.
പാറയിൽ വെള്ളം പുറപ്പെട്ടു. പക്ഷേ ദൈവം വളരെ വേദനയോടെ മോശയോടും ഒരു കാര്യം പറഞ്ഞു. കാദേശിലെ കലഹജലത്തിൽ വെച്ച് എന്നോട് അകൃത്യം ചെയ്തതുകൊണ്ടും ഇസ്രായേൽ മക്കളുടെ മധ്യേ എന്നെ വിശുദ്ധീകരിക്കാതിരിക്കുകയും ചെയ്തതുകൊണ്ടും തന്നെ നീ ദേശത്തെ നിന്റെ മുമ്പിൽ കാണും, എങ്കിലും നീ കടക്കുകയില്ല. ആവർത്തനം 32:51-52, സംഖ്യ 20:12, 7, 11 വാക്യങ്ങൾ. പിതാക്കന്മാർക്ക് സംഭവിച്ച കൃത്യം, അവർ ദൈവത്തെ പരീക്ഷിച്ചു. മോശയ്ക്ക് സംഭവിച്ച പരാജയം, പാറയോട് 2ാം പ്രാവശ്യം കൽപ്പിക്കാൻ പറഞ്ഞപ്പോൾ അവൻ പാറയടിച്ചു. പാറയടിച്ചത് ക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിന് നിഴലാണ്. രണ്ടാമതും അവൻ ക്രൂശിക്കപ്പെടുന്നത് ദൈവവചനത്തിന് നിരക്കാത്തതാണ്. ദൈവത്തിനെ വീണ്ടും ക്രൂശിക്കുന്നവർ അവന് ലോകാപവാദം വരുത്തുന്നവരാണെന്നാണല്ലോ എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്. എന്ത് സംഭവിച്ചു? ആ പിതാക്കന്മാർ മരുഭൂമിയിൽ ശവങ്ങളായി വീഴേണ്ടി വന്നു. ദൈവപ്രവൃത്തി കണ്ടിട്ടും അവർ അവനെ പരീക്ഷിച്ചു. മിസ്രമിൽ വെച്ച് 10 ബാധകൾ അവർ കണ്ടതാണ്. ചെങ്കടലിൽ വെച്ച് ദൈവം വഴി തുറന്നവർ കണ്ടതാണ്. മരുഭൂമിയിൽ വെച്ച് മന്ന വർഷിപ്പിച്ചത് 40 വർഷം അവർ അനുഭവിച്ചതാണ്. പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിത്തൂണും അവരുടെ മുമ്പിൽ നിന്ന് മാറാതെ 40 വർഷവും യാത്ര ചെയ്തത് അവർ ആസ്വദിച്ചവരാണ്. കാടപ്പക്ഷിയെ ലഭിച്ചത്, ദൈവം അവർക്ക് വേണ്ടി യുദ്ധം ചെയ്തത്, ഇതെല്ലാം കണ്ടിട്ടും മാറായെ മധുരജലമാക്കി നൽകിയിട്ടും എലീമിൽ വെച്ച് ദൈവം അവർക്ക് അനുഗ്രഹങ്ങൾ നൽകിയിട്ടും രഫീദീമിൽ വെച്ച് പാറയിൽ വെള്ളം കൊടുത്തിട്ടും അവർ അവനെ പരീക്ഷിച്ചു. അതുകൊണ്ട് ദൈവത്തിന് ആ ജനത്തോട് 40 ആണ്ടേക്ക് ക്രോധം തോന്നി. അവരുടെ എല്ലാവരുടെയും ശവങ്ങൾ, യോശുവയും കാലേബും ഒഴികെ ബാക്കിയുള്ളവരുടെ എല്ലാവരുടെയും ശവങ്ങൾ മരുഭൂമിയിൽ ഒടുങ്ങും വരെ, പട്ടുവീഴും വരെ ദൈവം ആ ജനത്തെ മരുഭൂമിയിലൂടെ ചുറ്റി നടന്നു. അതിനുശേഷമാണ് അവർ കനാനിലേക്ക് എത്തിയത്. നമുക്കറിയാം, യാക്കോബിൻ്റെ കാലത്ത് ഗോത്രപിതാക്കന്മാർ കനാനിൽ നിന്ന് ഒരാഴ്ച കൊണ്ട് ഈജിപ്തിൽ പോയി ധാന്യം വാങ്ങിച്ചുകൊണ്ട് തിരിച്ചു വരുന്നുണ്ട്. പക്ഷേ ഒരാഴ്ച കൊണ്ട് എത്തിച്ചേരേണ്ടുന്ന ദൂരം 40 വർഷം നടന്നിട്ടും തീർന്നില്ല, അവിടെ എത്തിയില്ല. എന്തേ? ദൈവം അവരെ മരുഭൂമിയിലൂടെ ചുറ്റി ചുറ്റി നടത്തി. എന്തിന്? അവരുടെ ശവങ്ങൾ അവിടെ പട്ടുവീഴുവാൻ. അവരുടെ പിതാക്കന്മാരെല്ലാവരും മരുഭൂമിയിൽ പട്ടുവീണു. എന്നാൽ കൊള്ളയായി പോകുമെന്ന് നിങ്ങൾ പറഞ്ഞ നിങ്ങളുടെ മക്കൾ അവിടെ ചെല്ലും എന്ന ദൈവത്തിൻ്റെ വാഗ്ദത്ത പ്രകാരം 2ാം തലമുറയാണ് കനാനിലേക്ക് കാലുവെച്ച് കയറിയത്. അവസാനമായി ഒരാത്മിക ചിന്ത കൂടെ എനിക്ക് നിങ്ങളോട് പങ്കുവെക്കാനുണ്ട്. അത് അതിൻ്റെ 8ാമത്തെ വാക്യമാണ്. ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നു എങ്കിൽ. ഇന്നിൻ്റെ പ്രസക്തി വളരെ വലുതാണ്. ഇന്നലെ നമുക്ക് കഴിഞ്ഞു പോയി, നാളെ നമുക്കുണ്ടോ എന്നറിയത്തില്ല. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്. ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം, ഇപ്പോഴാകുന്നു സുപ്രസാദകാലം. സദൃശവാക്യം 27:1 ഇങ്ങനെ വായിക്കുന്നു: നാളത്തെ ദിവസം ചൊല്ലി പ്രശംസിക്കരുത്, ഒരു ദിവസം എന്തെല്ലാം സംഭവിക്കുമെന്ന് അറിയുന്നില്ലല്ലോ. യാക്കോബിൻ്റെ ലേഖനം 4:13-14 വാക്യം: ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ ഒരാണ്ട് കഴിച്ച് വ്യാപാരം ചെയ്ത് ലാഭമുണ്ടാക്കും എന്ന് പറയുന്നവരെ കേൾപ്പീൻ. നാളത്തെ നിങ്ങൾ അറിയുന്നില്ലല്ലോ. നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത്? അത് മറഞ്ഞു പോകുന്നതുമായ ആവിയല്ലയോ? ലൂക്കോസ് 12:20: മൂഢ, ഈ രാത്രി നിന്റെ പ്രാണനെ ഞാൻ നിന്നോട് ചോദിച്ചാൽ നീ ഒരുക്കി വെച്ചത് ആർക്കാണ്? സഹോദരന്മാരെ, സഹോദരിമാരെ, നാളത്തേക്ക് കാര്യങ്ങൾ മാറ്റിവെക്കണം. ആത്മീയമായ കാര്യങ്ങൾ പിന്നെ ആവട്ടെ എന്ന് പറഞ്ഞ് മാറ്റിവെച്ചാൽ ഒരുപക്ഷെ നടപ്പാവുകയില്ല. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തിൽ നൽകുന്ന ചില പ്രത്യേക ഹേമങ്ങളുണ്ട്, നിയോഗങ്ങളുണ്ട്, പ്രചോദനങ്ങളുണ്ട്. ആ സമയം നിങ്ങൾ അത് ചെയ്യുന്നില്ല എങ്കിൽ പിന്നെ ഒരുപക്ഷെ നിങ്ങൾക്കത് ചെയ്യാൻ കഴിഞ്ഞു എന്ന് വരില്ല. ആത്മീക ശുശ്രൂഷയിലെ ഒരനുഭവമാണിത്. ചില വേളകളിൽ ദൈവത്തിൻ്റെ ആത്മാവ് ചില പ്രത്യേക നിയോഗം തരും. ചില വീടുകളിൽ സന്ദർശിക്കാൻ, ചില വ്യക്തികളെ വിളിക്കുവാൻ, അല്ലെങ്കിൽ ചില ശുശ്രൂഷകൾ ചെയ്യാൻ, ചില കാര്യങ്ങൾ എഴുതി വെക്കാൻ. ആ വേളയിൽ ഞാൻ എപ്പോഴെല്ലാം അത് ചെയ്യാതിരുന്നുവോ പിന്നത്തേതിൽ ഞാനത് ദുഃഖിച്ചിട്ടുണ്ട്. എൻ്റെ ശുശ്രൂഷാനുഭവങ്ങളാണ് ഞാൻ പങ്കുവയ്ക്കുന്നത്. ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നു എങ്കിൽ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. ഇപ്പോഴാകുന്നു രക്ഷയുടെ ദിവസം.
രക്ഷിക്കപ്പെടുവാൻ ദൈവം നമുക്ക് ചില അവസരങ്ങൾ തരുന്നു. വചനം കേൾക്കാൻ ദൈവം നമുക്ക് ചില അവസരങ്ങൾ തരുന്നു. സ്നാനപ്പെടുവാൻ പരിശുദ്ധാത്മാവ് നമുക്ക് പ്രചോദനം തരുന്നു. ആത്മീയമായ മുന്നേറ്റങ്ങൾക്കായി ചില കാര്യങ്ങൾ ചെയ്യാനായി ദൈവം നമുക്ക് നിയോഗങ്ങൾ തരുന്നു. പിന്നെ ആവട്ടെ, അടുത്ത വർഷമാകട്ടെ എന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്ന പലരും ശവപ്പെട്ടിയിൽ ഒതുങ്ങിയിട്ടുണ്ട്. അവരുടെ ഭൂമിയിലെ ജീവിതം അവസാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഹൃദയം കഠിനമാക്കാതെ നമുക്ക് മുന്നോട്ട് പോകാം. 95-ാം സങ്കീർത്തനമാണ് ഇന്ന് നാം ചിന്തിച്ചത്. പ്രധാനപ്പെട്ട 3 ചിന്തകൾ നമുക്ക് ലഭിച്ചു. 1, ആരാധ്യനായ ദൈവത്തിൻ്റെ ശ്രേഷ്ഠതകളാണ്. നമ്മുടെ ദൈവം ആരാണ്? 1, അവൻ മഹാദൈവമാണ്. 2, അവൻ നമ്മെ നിർമ്മിച്ചവനാണ്. 3, അവൻ നമ്മുടെ ഇടയനാണ്. 4, അവൻ നമ്മുടെ രക്ഷയുടെ പാറയാണ്. ഈ 4 പദപ്രയോഗങ്ങളും കർത്താവായ യേശു ക്രിസ്തുവിനാണ് യോജിക്കുന്നത്. യേശു ക്രിസ്തുവിൻ്റെ ശബ്ദം കേൾക്കുവാൻ ദൈവം നമുക്ക് കൃപ ചെയ്യണം. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ. ഹൃദയത്തിനകത്ത് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ കഴിയുന്നെങ്കിൽ അതൊരു ഭാഗ്യമാണ്. ആ കേൾക്കുന്ന ശബ്ദം അനുസരിക്കാൻ കഴിയുന്നെങ്കിൽ അത് അതിനേക്കാളും ഭാഗ്യമാണ്. എന്നാൽ നിരസിക്കുന്നെങ്കിൽ, തിരസ്കരിക്കുന്നെങ്കിൽ നമ്മെപ്പോലെ ഒരു ഭാഗ്യദോഷി വേറെ ഇല്ല. 2, ആരാധന എങ്ങനെയായിരിക്കണം? വണങ്ങി നമസ്കരിച്ച് മുട്ടുകുത്തി കർത്താവിനെ ആരാധിക്കുന്നത് അനുഗ്രഹീതമായ ഒരനുഭവമാണ്. ഉല്ലാസത്തോടും ഘോഷത്തോടും സന്തോഷത്തോടും സ്തോത്രത്തോടും സങ്കീർത്തനങ്ങളോടും കൂടെ ദൈവത്തെ ആരാധിക്കുവാൻ അതിൻ്റെ പ്രഥമ വാക്യങ്ങൾ നമ്മെ പ്രബോധിപ്പിക്കുന്നു. 3, ദൈവശബ്ദത്തെ അനുസരിക്കണം എന്നുള്ളതാണ്. നാം അങ്ങോട്ട് പറയും, എന്നാൽ ദൈവം ഇങ്ങോട്ട് പറയുന്നത് കേൾക്കാൻ പലപ്പോഴും നാം മെനക്കെടാറില്ല. നാം തിരക്കുള്ളവരാണ്. എന്നാൽ തിരക്കുകളുടെ നടുവിലും ദൈവത്തിന് നമ്മളോട് സംസാരിക്കാൻ ചില ദൂതുകളുണ്ട്. അത് കേൾക്കുന്നവർ ജീവിതത്തെ ചിട്ടപ്പെടുത്തും. ഹൃദയം കഠിനമാക്കാതെ ദൈവമുമ്പാകെ വിധേയപ്പെടും. അങ്ങനെയായാൽ അവൻ്റെ കൈക്കിലെ ആടുകളായി, അവൻ മേയിക്കുന്ന ജനമായി ഭൂമിയിൽ ജീവിക്കാനും നിത്യതയിൽ അവൻ്റെ അടുക്കിലെത്തുവാനും ദൈവം നമുക്ക് അവസരം തരും. നെടുമ്പാശ്ശേരിയിൽ ആത്മീക ആരാധനയ്ക്കായി ഒരിടം. പാസ്റ്റർ ബാബു ജോർജ് പത്തനാപുരം എഴുതിയ പുസ്തകങ്ങൾ ലഭ്യമാണ്. സന്ദേശങ്ങൾ തുടർച്ചയായി ലഭിക്കേണ്ടതിന് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും